എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ കുതന്ത്രം ഒപ്പിക്കാൻ പോവുകയാണെന്ന്. അതൊന്നുമല്ല, പൊന്നൂൻ്റെ സൈക്കിൾ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പണ്ടത്തെ സൈക്കിൾ ചവിട്ടിയ ഓർമ്മയൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചവിട്ടി നോക്കാമെന്ന് കേട്ടോ. പക്ഷെ അന്ന് ഞാൻ ചവിട്ടിയ ലേഡി ബേർഡ് പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ സൈക്കിൾ. ഇത്തിരി പാടാണ്, എന്നാലും തോറ്റു കൊടുക്കരുതല്ലോ ഈ ജനറേഷനോട്. അതുകൊണ്ട് തന്നെ ഞാനത് ചവിട്ടി. അങ്ങനെ അത് ചവിട്ടി. പൊന്നു പറഞ്ഞ് വേണ്ട വേണ്ട എടുക്കണ്ട എൻ്റെ സൈക്കിൾ അമ്മ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കാറ്റും അതുപോലെ തന്നെ ഒരു മങ്ങിയ അന്തരീക്ഷം. എനിക്കിഷ്ടപ്പെട്ട അന്തരീക്ഷം ഇങ്ങനെ ചൂടൊന്നും ഇല്ലാതെ ഇങ്ങനെ വിങ്ങാൻ പോകുന്ന അന്തരീക്ഷം, ഒരു വിഷമമുള്ള ഒരു അന്തരീക്ഷം. പിന്നെ അലക്കിയിട്ട തുണിയൊക്കെ എടുത്ത് അകത്തിടാൻ പപ്പ എന്നോട് വിളിച്ച് പറഞ്ഞു. അത് പപ്പേനെ അല്ലെ വഴക്ക് പറയും, ഞാനങ്ങ് മറന്നു പോകും മിക്കപ്പോഴും. പിന്നെ ഞാൻ അലക്കിയിട്ട തുണികളെല്ലാം എടുത്തിട്ടു. പിന്നെ വൈകുന്നേരം നാളെ രേവതിയല്ലേ, നാളെ അശ്വതിയല്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഹരിപ്പാട്ടോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി, ചിക്കൻ ചിക്കാഗോ എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. ഞങ്ങൾ ചായ കുടിച്ചു, പൊന്നു ജ്യൂസ് കുടിച്ചു. പിന്നെ ഒരു ഷവായി ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിക്കൻ ചിക്കാഗോയിൽ സാധാരണ ഞങ്ങൾക്ക് എനിക്കിഷ്ടമില്ലാത്ത ഫുഡാണ് കേട്ടോ സത്യത്തിൽ. അവിടുത്തെ ഷവായി എനിക്ക് അത്ര ടേസ്റ്റല്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ കടയിലൊന്നും കയറാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ഇതാ എല്ലാവർക്കും ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്, പീസും കുബൂസും ഒക്കെ. ഞാൻ വിളമ്പി കൊടുത്താലേ അവർ കഴിക്കത്തുള്ളൂ കേട്ടോ. മാമൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പൊന്നു, ഞാൻ, ഷജിച്ചേട്ടൻ, ഇത്രയും പേര് കഴിക്കത്തുള്ളൂ. വേറെ ആരും അമ്മയും പപ്പയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എന്താ എല്ലാവർക്കും വിളമ്പിയൊക്കെ വെച്ചു റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കും. മാമൻ്റെ മോനാണ് ഇപ്പോൾ ക്യാമറ പിടിക്കുന്നത്. പൊന്നു എനിക്ക് എടുത്തു തരത്തില്ല കേട്ടോ, വലിയ ജാടയാണ് അവൾക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നാളത്തേക്ക് നല്ല വലിയ കടുവാക്കൊഞ്ച് എന്ന് പറഞ്ഞൊരു കൊഞ്ച് കിട്ടി. അതൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നത്. മറ്റന്നാളാണല്ലോ ഇനി കൊഞ്ചും മാങ്ങയും, കൊഞ്ചും മാങ്ങയും ഉള്ള കറി ഉണ്ടാക്കുന്നത് കുംഭഭരണിക്ക്. അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല കാറ്റും ഇരുട്ടും. ഇന്ന് മഴയുടെ ഒരു ലക്ഷണം ഉണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടോ, ഒന്നും കാണാൻ വയ്യാത്തൊരവസ്ഥ കണ്ടോ. അങ്ങനെ സിറ്റൗട്ടിൽ നിന്നാലും ഒന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടുന്ന് ക്യാമറയിൽ വെട്ടത്തിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല.